ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ തുടങ്ങിയതല്ല, ഒരു വിനോദം. അതായത് ഒരു വ്യത്യസ്ത ഇനം എവിടെ നിന്നാണോ കിട്ടുന്നത് അത് ഇവിടെ കൊണ്ടുപോയി നടുക എന്നല്ലാണ്ട് ഒരു വ്യാപാര അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലക്ഷ്യമൊന്നുമില്ല. സുന്ദരി മുതൽ മൈസൂർ പൂവൻ വരെ കോൾമുട്ട സ്വദേശി ദിനേശിന്റെ തോട്ടത്തിലുള്ളത് 20ഓളം വെറൈറ്റി വാഴകൾ. 6 വർഷം മുൻപ് കൗതുകത്തിന് തുടങ്ങിയതാണ് വാഴകൃഷി. ഇന്നിപ്പോൾ ദിനേശന്റെ തോട്ടം നിറയെ വ്യത്യസ്ത ഇനം വാഴകൾ കൊണ്ട് സമ്പന്നമാണ്. അതിൻ്റെ കൂമ്പ് വളരെ നല്ല കട്ടി ഓറഞ്ച് കളറുള്ള നല്ല സുന്ദരി, നല്ല മനോഹരമായ ഒരു വാഴയാണ്. അത് ചെടി വാഴയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിനോ കറി വെക്കാനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. 6 വർഷം മുൻപാണ് ചെങ്കതലയുടെ കന്ന് തന്റെ തൊഴിലിടത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കന്നിന്റെ വളർച്ചയും നിറവും കണ്ട് ഇഷ്ടം പിടിച്ച ദിനേശൻ പിന്നീട് വാഴയെ വിട്ടുപിടിച്ചില്ല. കാസർഗോഡ് നിന്നും കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഴകളിലെ വ്യത്യസ്ത ഇനങ്ങളെ വീട്ടുവളപ്പിൽ എത്തിച്ചു. ഇന്ന് തന്റെ വീട്ടിലും റോഡരികിലുമായി 20 ഇനം വാഴകളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വാഴകളിൽ നിന്നുമായി ഒരു തവണ വിളവെടുക്കുകയും ചെയ്തുവെന്ന് ദിനേശൻ പറയുന്നു. ചെടി വാഴയായിട്ട് നല്ലൊരു വാഴ ഞാൻ പുറമേ നിന്ന് കൊണ്ടുവന്നതാണ്. അതും മറ്റൊരു സ്ഥലത്ത് തൊഴിൽ സംബന്ധമായ കാര്യത്തിന് പോയപ്പോൾ കൊണ്ടുവന്നത്. ശരാശരി അതിൻ്റെ ഉയരം വെറും 3 അടി മാത്രമാണ്. ഈ 3 അടി ഉയരത്തിൽ അത് കൊലച്ചു കഴിഞ്ഞാൽ അതിന് കായ ഉണ്ടാവും. അത് ഭക്ഷണം കഴിക്കുന്നില്ല. അതിൻ്റെ കൂമ്പ് വളരെ നല്ല കട്ടി ഓറഞ്ച് കളറുള്ള നല്ല സുന്ദരി, നല്ല മനോഹരമായ ഒരു വാഴയാണ്. അത് ചെടി വാഴയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിനോ കറി വെക്കാനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. മറ്റുള്ള വാഴകൾ നമ്മൾ വാഴയായാലും അല്ലാത്ത കായായാലും കൂമ്പായാലും അത് പഴുപ്പിച്ചിട്ട് സ്വന്തം ആവശ്യത്തിനും സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും നൽകാറുണ്ട്. എല്ലാ വാഴകൾക്കും 1 മുതൽ 1.5 വർഷം വരെയാണ് വിളവെടുപ്പ് സമയം. ഒരു വാഴയിൽ നിന്ന് പല വിത്തുകളായി വാഴകൾ വന്നിട്ടുണ്ടെന്നും ദിനേശൻ പറയുന്നു. കാലിവളം മാത്രമാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കണം എന്നതാണ് വാഴയുടെ പ്രത്യേകത. 1 അടി ആഴത്തിൽ കുഴിയെടുത്ത് അതിന്റെ വൃത്തത്തിൽ മണ്ണ് വൃത്തിയാക്കിയാണ് കാലിവളം ഉപയോഗിച്ച് ദിനേശൻ കൃഷി ചെയ്യുന്നത്. രാവിലെ ഒരു 6 മണി മുതൽ 7-7:30 മണി വരെയുള്ള സമയം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന് കൂടുതൽ പണിയൊന്നുമല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം പിന്നെ ഒരു കിളച്ചെടുക്കുന്നുണ്ടെങ്കിൽ 2-3 കന്ന് കളക്കും. അത് നടും, പോവും, വീട് തന്നെ നടും. അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാൽ ഒരു കന്നേ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ആ ഒരു കന്നാണ് ഇപ്പം ചിലപ്പോൾ 10-15 കന്നായിട്ട് മാറുന്നത്, വാഴയായിട്ട് മാറുന്നത്. അത് ഇതിനായിട്ട് പ്രത്യേക സമയമല്ല. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു കന്ന് അവിടെ നിന്ന് കിട്ടി, അത് പിന്നെ കൊണ്ടുവന്ന പാടെ തന്നെ ഇവിടെ നട്ടു. അപ്പോൾ അവരൊക്കെ പകരം വേറെ ഏതെങ്കിലും കന്ന് തിരിച്ചു കൊടുക്കലുണ്ട്. ഒരു ആൾക്കാർ ഇവിടുന്ന് ഇവിടെ വന്നിട്ട് തന്നെ സ്കൂട്ടിയിലെടുത്ത് വന്നിട്ട് കന്ന് ഞാൻ കളിച്ചു കൊടുക്കും, അവരെടുത്തിട്ട് പോകും. ആരോടും ഇതുവരെ ഒരു തരത്തിലുള്ള പൈസയോ കാര്യമോ വാങ്ങുന്നില്ല, വ്യത്യസ്ത ഇനം ആയതുകൊണ്ട്. ചെങ്കതളി, കർപ്പൂരവള്ളി, സുന്ദരി, പൂജാ കദളി, റോബസ്റ്റ്, മൈസൂർ ബാംഗ്ലൂർ പൂവൻ, കാസർഗോഡ് പൂവൻ, നെയ്പൂവൻ, ഞാലിപ്പൂവൻ, കൂമ്പില്ല പൂവൻ, വെണ്ണീറ്റാൻ പൂവൻ, അടയ്ക്കപ്പൂവൻ, ആനപ്പൂവൻ, മൈസൂർ പൂവൻ, നേന്ത്രൻ, കാവേരി, അടുക്കാൻ, വിരൂപാക്ഷി തുടങ്ങി 20ഓളം വേറിട്ട വാഴകളാണ് ദിനേശന്റെ തോട്ടത്തിലുള്ളത്. 8 സെന്റ് മാത്രമുള്ള തന്റെ കൃഷിയിടത്തിൽ വാഴകൃഷി തികയാതെ വന്നതോടെ കോടല്ലൂരിലെ ചെക്ക് ഡാമിനടുത്തുള്ള റോഡരികിലും ദിനേശൻ വാഴക്കന്ന് വെച്ചുപിടിപ്പിച്ചു. കൂടാതെ മഞ്ഞൾ കൃഷിയിലും സജീവമാണ് ദിനേശൻ. 2024 1 ക്വിന്റൽ മഞ്ഞളാണ് ദിനേശൻ കൃഷി ചെയ്തത്. എല്ലാ വാഴകളുടെയും പേരുകളും രൂപവും ഒക്കെ സാമ്യമുണ്ട് എന്നാണ് ദിനേശൻ പറയുന്നത്. ETV ഭാരത്, കണ്ണൂർ.